ഖബറിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇമാം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി പറഞ്ഞു, മൻ ആതാഹുല്ലാഹു തആല മാലാ, ഒരാൾക്ക് അല്ലാഹു സ്വത്ത് കൊടുത്തു, ഒരാൾക്ക് അല്ലാഹു സ്വത്ത് കൊടുത്തു, ഫലം യുഅദ്ദി സകാത, ആ സ്വത്തിന്റെ സകാത്ത് അയാൾ കൊടുത്തു വീട്ടിയിട്ടില്ല എങ്കിൽ ശ്രദ്ധിച്ചോളോ, സംശയമില്ല ഈ ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ എന്നതിൽ. കാരണം ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ടുപേരും ശൈഖൈനി രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരാൾക്ക് അല്ലാഹു സ്വത്ത് കൊടുത്തു, ഫലം യുഅദ്ദി സകാത, ആ സ്വത്തിന്റെ സകാത്ത് ഒരാൾ കൊടുത്തു വീട്ടിയില്ല എങ്കിൽ മുത്തില ലഹു മാലുഹു യൗമൽ ഖിയാമ, അയാൾക്കല്ല അയാളുടെ ഖബറാകുമ്പോ യൗമുൽ ഖിയാമ, അയാളുടെ ഖിയാമത്ത് നാൾ ശരിക്കും തുടങ്ങണപ്പോഴാണ് അയാൾ മരിക്കുന്നതോടുകൂടിയാണ്. ഒരാൾ മരിക്കുന്നതോടുകൂടെ അയാളുടെ ഖിയാമത്ത് തുടങ്ങായി. അയാളുടെ സ്വത്ത് അയാൾക്ക് മാറ്റപ്പെടുന്നതാണ്. സകാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച സ്വത്തില്ലേ, അരിച്ചാക്കുകളില്ലേ, സാബൂനില്ലേ, സോപ്പില്ലേ, അലക്ക് സോപ്പില്ലേ, ബാർ സോപ്പുകളില്ലേ, സകാത്ത് കൊടുക്കാതെ വെച്ച പൊന്നില്ലേ, വെള്ളിയില്ലേ, സകാത്ത് കൊടുക്കാതെ അക്കൗണ്ടിൽ സൂക്ഷിച്ചു വെച്ച പണമില്ലേ, കറൻസി ഇല്ലേ, മുത്തിഹോ യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖറ, അത് വലിയ മൂർഖൻ സർപ്പമാക്കി മാറ്റപ്പെടുമത്രേ ഖബറിൽ. എന്നിട്ടോ ലഹു സബീബത്താൻ, രണ്ട് വിഷപ്പല്ലുകളുള്ള മൂർഖൻ സർപ്പമാക്കിയത് മാറ്റപ്പെടുന്നതാണ്. എന്നിട്ടോ എന്റെ കഴുത്തിൽ ഇത് ചുറ്റും. ഏത്? ഇവൻ സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച പൈസ 10 ലക്ഷമുണ്ട് അക്കൗണ്ടിൽ, സക്കാത്ത് അവന് കൊടുക്കാറില്ല. സൂക്ഷിച്ചു വെച്ചോ, 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 50 ലക്ഷമായിട്ടുണ്ട് അക്കൗണ്ടിൽ, സക്കാത്ത് അവൻ കൊടുത്തിട്ടില്ല. നീ 50 ഉണ്ടെന്നാ സമാധാനിക്കണ്ട, അത് നാളെ ഖബറിൽ എങ്ങനെയാ വരുന്നതെന്നറിയാമോ? അത് വലിയ മൂർഖൻ സർപ്പമാക്കി മാറ്റപ്പെടുമത്രേ. കഴുത്തിലത് കെട്ടിത്തൂക, അത് കഴുത്തിൽ ചുറ്റിക്കിടക്കും. എന്നിട്ടത് പത്തി വിടർത്തിയിട്ട് ഇയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ പത്തി വിടർത്തിയിട്ട് നിൽക്കുമത്രേ. പിന്നെ പറയുകയാണ്, അനമാലുക്, നീ പാവങ്ങൾക്ക് കൊടുക്കാതെ സൂക്ഷിച്ചു വച്ച സ്വത്തില്ലടാ, അതാണ് ഞാനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പാവങ്ങൾക്ക് വേണ്ടി ചോദിച്ചപ്പോൾ കൊടുക്കാൻ നീ മടി കാണിച്ച സ്വത്തില്ലേ, അനമാലുക്, ആ സ്വത്താണ് ഞാനെന്ന് വിളിച്ചു പറയുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ചില ആൾക്കാർക്ക് എന്താ പണി? 2 കൊല്ലം കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് വരും. ഒരിക്കൽ വന്നപ്പോൾ എന്താ ചെയ്യാ? ഒരിക്കൽ വന്നപ്പോൾ ചെയ്തത്, വീടിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള തൂണുണ്ട് അല്ലേ, അത് ഓനോട് കഫീലിന്റെ വീട്ടിൽ വിസ അടുപ്പിക്കാൻ വേണ്ടി പോയ സമയത്ത് കഫീലിന്റെ വീട്ടിലെ തൂണ് കണ്ടിരുന്നു. അപ്പം മെല്ലെ 3G മൊബൈൽ എടുത്തിട്ട് ആ കഫീലിന്റെ വീട്ടിന്റെ മുമ്പിലുള്ള തൂണ് മെല്ലെ ഫോട്ടോ എടുത്തു. ലീവിൽ വന്നപ്പോൾ അപ്പം തന്നെ മനസ്സിൽ നെയ്യത്ത് ചെയ്തിട്ടുണ്ട്, എന്റെ വീട്ടിന്റെ തൂണ് ഇതേപോലെ ഡിസൈൻ ചെയ്യും. അവനെ വന്ന് പിറ്റേന്ന് തെരഞ്ഞോണ് പണിക്കാരന്. ഞാൻ എന്താ ചെയ്യുന്നത്? ഈ 2 കൊല്ലം മുമ്പ് ഉണ്ടാക്കി ഈ ഡിസൈൻ ചെയ്ത തൂണൊക്കെ കുത്തി പൊളിച്ചിട്ട് പിന്നെ മറ്റേ ഡിസൈൻ ചെയ്യാം. അവനെ കണ്ട ഡിസൈനാണ് അവൻ ചെയ്യുന്നത്. അപ്പോഴാണ് അത് കഴിഞ്ഞവൻ തിരിച്ചു പോയപ്പോഴാണ് ഒരിക്കൽ മറ്റൊരു അടുക്കളയിൽ പോയത്. അടുക്കളയിൽ പോയപ്പോ എന്തോ ഒരു സെറ്റിംഗ് അടുക്കള. അപ്പം പിന്നെ പിറ്റത്തെ തവണ വരുമ്പോ 2 കൊല്ലം കഴിഞ്ഞും വരുമ്പോ വിചാരിക്കണത് ഒരു 4 ലക്ഷം റുപ്യ അടുക്കള സെറ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. എടോ, അടുക്കള പോയിട്ട് അടുക്കളയിൽ കഴിക്കാനൊന്നുമില്ലാതെ എരിഞ്ഞു പൊരിഞ്ഞു കിടക്കുന്ന വയറ് ഓർത്ത് കരയുന്നവർ എത്ര പേർ ചികിത്സിക്കാൻ. ഞാൻ ഓർക്കാണ്, മട്ടന്നൂർ പള്ളിയിൽ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അതെ, ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഒരാളുടെ മുമ്പിലും കൈ കാണിച്ചിട്ടില്ല. എനിക്ക് കൈ കാണിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ കാല് കണ്ടോ നീര് വന്നത്? ഞാൻ പോയി പരിശോധിച്ച് നോക്കും, എൻ്റെ 2 കിഡ്നിയും ഫെയിലായിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന മരുന്നൊക്കെ വാങ്ങി ഞാൻ കുടിക്കണം. ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ പറ്റില്ല, കിഡ്നി മാറ്റണം, 16 ലക്ഷം ഉറുപ്പികയെങ്കിലും ചെലവ് വരും. ഇയാൾ പറയാണ്, സാറേ, മരിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ല, ശരിയാണ്, പക്ഷേ ഒരാളുടെ മുമ്പിൽ കൈ കാണിക്കുക എന്നത് എന്നെ കൊല്ലുന്നതിന് സമമാണ്. അതുകൊണ്ട് ഉസ്താദ്, മരണം എന്തായാലും ഒരു സമയത്തുണ്ടല്ലോ,
ഈമാനോടൊന്ന് മരിപ്പിക്കാൻ റബ്ബിനോട് ദുആ ചെയ്യണേ. ഈമാനോട് മരിപ്പിക്കാൻ ദുആ ചെയ്യണേ. ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും വീട്ടിൻ്റെ അകത്ത് അനാവശ്യമായി ചെലവഴിക്കുന്ന 1000ങ്ങൾ 2000ങ്ങൾ 5000ങ്ങൾ 10000ങ്ങൾ നമ്മൾ കൊടുത്ത എത്ര പാവങ്ങളുടെ കണ്ണുനീരൊപ്പം. അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. ആർക്കെങ്കിലും കവർ വേണമെന്നുണ്ടെങ്കിൽ സംഘാടകർ പാട്ടപ്പിരിവിന് വരുന്ന സമയത്ത് അവരോട് ചോദിച്ചാൽ മതി, പോലെ തരും. ഒരു വിഹിതം നമ്മൾ നീക്കി വെക്കണം. എന്താ ഇതിന്റെ ഒക്കെ ഗൗരവം? ഈ സംഭവം അങ്ങ് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഓതുകയാണ്. ഇതങ്ങ് പറഞ്ഞിട്ട് ഖബറിൽ നാളെ വരാനുള്ള രംഗം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, സകാത്ത് കൊടുക്കാത്ത ഈ സ്വത്ത് അവന്റെ കഴുത്തിലെ മൂർഖൻ സർപ്പമായി കിടന്ന് അവന്റെ മുഖത്തേക്ക് പത്തി വിടർത്തിയിട്ട് നിൽക്കും. എന്നിട്ട് പറയതാ, എടാ ഞാനാടാ നീ സൂക്ഷിച്ചു വെച്ച സ്വത്ത്. കണ്ണൂർ ടൗണിലാതില്ലേ 10 കണ്ണൂർ ടൗണിലെ 1 ഏക്കർ സ്ഥലമില്ലേ, അതാണ് ഞാൻ ഈ ബാങ്കിൽ കൊണ്ടുപോയി വെച്ച പണമില്ലേ, അതാണ് ഞാൻ. അല്ലാഹുവിന്റെ ഹബീബ് ഇതങ്ങ് പറഞ്ഞിട്ട് ഓതി, വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഔദാര്യം അല്ലാഹു കൊടുത്തിട്ട് എന്തോ ഒരു വർധനാണിത്. വലാ തഹ്സബന്നല്ലദീന, ഒരിക്കലും വിചാരിക്കേണ്ടതില്ല, അല്ലദീന യബ്ഖലൂന, പിശുക്ക് കാണിക്കുന്ന ആളുകൾ, ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി, അല്ലാഹു അവർക്ക് നൽകിയിരിക്കുന്ന ഔദാര്യത്തിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ വിചാരിക്കേണ്ടതില്ല, ഖൈറൻ ലഹും, അതവർക്ക് ഖൈറാണെന്ന്. ആരാ പറയുന്നത്? ആകാശത്തു നിന്ന് പടച്ച റബ്ബാൻ. അതവർക്ക് ഖൈറാണെന്നവർ വിചാരിക്കണ്ട. പിന്നെയോ ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് ശർറു തന്നെയാണ്, തിന്മ തന്നെയാണ്. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, സയുതവഖൂന ഖുർആനാ, ഖുർആനാണ് ഖുർആനാ, സയുതവഖൂന, അവർക്ക് കഴുത്തിൽ മാല അണിയിക്കപ്പെടുന്നതാണ്, ബിഹി യൗമൽ ഖിയാമ, അവർ പാവങ്ങൾക്ക് കൊടുക്കാതെ വെച്ചിരിക്കുന്ന ആ സ്വത്തുണ്ടല്ലോ, അതവർക്ക് നാളെ പരലോകത്ത് മാലയാക്കി അണിയിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ ഖബറിലെ മൂർഖനായി കടന്നു വരുമെന്ന് യാ അല്ലാഹു തന്നെ പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് തന്നെ പഠിപ്പിക്കുകയാണ്. നമ്മൾ തീരുമാനിച്ചാലും കുഴപ്പമില്ല. എന്തേ, ഈ കൊല്ലം ഞാൻ പാവങ്ങളെ വിചാരിച്ചിട്ട് പെരുന്നാളിന് ഞാൻ വാങ്ങേണ്ട വസ്ത്രം പകുതി വില ഞാൻ കുറച്ചു, പകുതി ഞാൻ പാവങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല.